മനസ്സിനിണങ്ങിയ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടുകളുടെ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്ന നിങ്ങളുടെ സ്വന്തം പ്രോപ്പർട്ടീസ് മാനേജ്മെൻറ്റ് ചാനലായ മാഞ്ഞാൺ ഹോംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ നിൽക്കുന്ന ലൊക്കേഷൻ എറണാകുളം ജില്ലയിലെ പുക്കാട്ടുപടി എന്ന ലൊക്കേഷനാണ്. പുക്കാട്ടുപടി കിഴക്കമ്പലം മെയിൻ റോഡിൽ നിന്നും വെറും 600 മീറ്റർ ഡിസ്റ്റൻസിലുള്ള ഒരു മനോഹരമായ ഗേറ്റഡ് കമ്മ്യൂണിറ്റി വില്ലയിലാണ് നിൽക്കുന്നത്. ഈ ഒരു വീടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടാണ്. സോ ഈ ഒരു വീട് നിങ്ങൾ കണ്ടു നോക്കുക, നിങ്ങളുടെ ബഡ്ജറ്റിന് അനുയോജ്യമായ വീടാണെന്ന് നോക്കുക. കാരണം നമുക്കറിയാം, ഒരു വീട് കണ്ടുപിടിക്കുക എന്നുള്ളതും ഒരു വീട് പണിതെടുക്കുക എന്നുള്ളതും എല്ലാം വളരെ സമഗ്രമായ കാര്യമാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഓരോ വീടുകളും ഞങ്ങൾ ആ ഒരു ശ്രദ്ധ പുലർത്താറുണ്ട്. നിങ്ങൾക്ക് അനുയോജ്യമായ വീടുകൾ, സെലക്റ്റീവ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് മാത്രമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് മാഞ്ഞാൺ ഹോംസ് എത്തിക്കുന്നത്. 1600 സ്ക്വയർ ഫീറ്റിൽ 3.5 സെന്റ് പ്ലോട്ടിലാണ് ഈ ഒരു വില്ല നിർമ്മിച്ചിട്ടുള്ളത്. 3 BHK വില്ലയാണ്. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വില്ലയാണ്. വീടിൻ്റെ ഫ്രണ്ട് പോർഷനാണ് ഞാൻ നിൽക്കുന്നത്. GA ട്യൂബിലുള്ള സ്ക്വയർ ട്യൂബിൽ ഉള്ള ഒരു മനോഹരമായ ഗേറ്റ്, CNC കട്ടിങ്ങോട് കൂടിയുള്ള ഗേറ്റ് ആണ് നൽകിയിരിക്കുന്നത്. നല്ലൊരു എലഗൻ്റ് ആയിട്ടുള്ള ഡിസൈൻ കാര്യങ്ങളെല്ലാം ഈ ഒരു ഗേറ്റിൽ നൽകിയിരിക്കുന്നു. കടന്നു വരാം നമുക്ക് വീടിൻ്റെ അകത്തെ കോമ്പൗണ്ടിലേക്ക്. ഇവിടെയാണ് നമ്മുടെ വീടിൻ്റെ അകത്തെ കോമ്പൗണ്ട് വരുന്നത്. ആർട്ടിഫിഷ്യൽ ഗ്രാസും അതുപോലെ കലപ്പാക്കല്ല് കൊണ്ടുള്ള ഫ്ലോറിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. മനോഹരമായ ചെറിയൊരു ഗാർഡൻ ഏരിയ സ്പേസും കാര്യങ്ങളെല്ലാം നൽകിയിട്ടുള്ള ഒരു കോമ്പൗണ്ടാണ്. അത്യാവശ്യം നല്ലൊരു വലിയൊരു സ്പേസ് ഉണ്ട്. നമുക്കിവിടെ ചെറിയൊരു കാറൊക്കെ പാർക്ക് ചെയ്യേണ്ട സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. മെയിൻ കാർ പോർച്ച് വരുന്നത് കവേർഡ് ആയിട്ടുള്ള കാർ പോർച്ചാണ്. ഈ ഒരു സൈഡിലാണ് വരുന്നത്. അത്യാവശ്യം വലിയൊരു കാർ നിങ്ങൾക്ക് ഇവിടെ പാർക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ നല്ലൊരു ഈ ഒരു ഏരിയയിലായാലും ഗാർഡനും കാര്യങ്ങളെല്ലാം നൽകിയിട്ടുള്ള ഒരു ഏരിയയാണ്. നല്ലൊരു മനോഹരമായ ഒരു കോമ്പൗണ്ടാണ്. ഇതിന് ചുറ്റും നല്ലൊരു മനോഹരമായ ഒരു പ്രകൃതി ഭംഗിയുള്ള ഒരു അന്തരീക്ഷം കാര്യങ്ങളാണ് ഈ ഒരു വില്ലയുടെ ചുറ്റും നൽകിയിട്ടുള്ളത്. പോകാൻ നമുക്ക് അടുത്തതായി വീടിൻ്റെ അകത്തെ ഏരിയയിലേക്ക്. സിറ്റ് ഔട്ട് ഏരിയ സ്പേസാണ് ഈ ഒരു കാണുന്നത്. ഗ്രാനൈറ്റ് കൊണ്ട് ഫ്ലോറിംഗ് ചെയ്തിരിക്കുന്ന ഒരു സിറ്റ് ഔട്ട് ഏരിയ സ്പേസും നമുക്ക് ഇവിടെ കിട്ടുന്നു. മനോഹരമായ ഒരു ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് നമ്മൾ കടന്നു വന്നിട്ടുള്ളത്. നല്ലൊരു ലിവിംഗ് ഏരിയ സ്പേസാണ്. ഇവിടെ ഒരു പരഗോള സ്പേസും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സൈഡിലാണെങ്കിൽ നമുക്ക് TV യൂണിറ്റ് ഏരിയയും എല്ലാം നൽകിക്കൊണ്ടുള്ള ഒരു മനോഹരമായ ലിവിംഗ് ഏരിയ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നു. കൂടാതെ നമുക്ക് ഡൈനിങ് ഏരിയ സ്പേസ് നമുക്ക് ഈ ഒരു സൈഡിലാണ് കിട്ടുന്നത്. ഇവിടെ നല്ലൊരു ആർച്ച് കൊണ്ട് നല്ല ഡിസൈനും കാര്യങ്ങളും എല്ലാം നൽകിയിട്ടുണ്ട്. നല്ലൊരു പാനൽ വർക്ക് കാര്യങ്ങളും നൽകിയിട്ടുണ്ട്. ഈ ഒരു ഡൈനിങ് ഏരിയ ആൻഡ് ലിവിംഗ് ഏരിയ സെപ്പറേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ഏരിയയാണ്. നമുക്ക് ഇവിടെയാണ് ഡൈനിങ് ഏരിയ സ്പേസ് കിട്ടുന്നത്. നല്ലൊരു അത്യാവശ്യം ഒരു ടേബിളൊക്കെ ഇടാൻ കഴിയുന്ന ഒരു ഏരിയ ആണ്. ഇവിടെ കുറച്ച് കാര്യങ്ങളെല്ലാം സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇവിടെ അടുത്ത വീടുകളെല്ലാം പണി നടക്കുന്നുണ്ട്. സോ അതിൻ്റേതായ കുറച്ച് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ടേബിൾ ഇടാനുള്ള സ്പേസ് നമുക്കിവിടെ കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു വാഷ് ഏരിയ യൂണിറ്റും വളരെ മനോഹരമായ എലഗൻ ഡിസൈനിലുള്ള ഒരു വാഷ് ഏരിയ യൂണിറ്റും ഇവിടെ കിട്ടുന്നു. വളരെ മനോഹരമായ മോഡുലാർ ഡിസൈനിലുള്ള ഒരു കിച്ചൺ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നല്ലൊരു സ്റ്റോറേജ് ഏരിയ സ്പേസൊക്കെ ഉള്ള ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ഡിസൈനിലുള്ള ഒരു കിച്ചൺ ഏരിയ സ്പേസും ഇവിടെ നൽകിയിട്ടുണ്ട്. എല്ലാം സ്റ്റോറേജ് ഏരിയകളെല്ലാം അത്യാവശ്യം നല്ലൊരു വലിയ ഏരിയകളാണ്. താഴെ മുകളിൽ നമുക്ക് സ്റ്റോറേജ് ഏരിയ ഇവിടെ കിട്ടുന്നുണ്ട്. പോകാൻ നമുക്ക് അടുത്തതായി ഈ വീടിൻ്റെ ബെഡ്റൂം ഏരിയ സ്പേസിലേക്ക്. ഞാൻ ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ഒന്നാമത്തെ ബെഡ്റൂമിലാണ്. ഒരു ബെഡ്റൂമാണ് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലുള്ളത്. ആ ബെഡ്റൂമിലാണ് നിൽക്കുന്നത്. ഇവിടെ നമുക്ക് വാർഡ്രോബ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ സീലിംഗ് വർക്കുകൾ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു അറ്റാച്ച്ഡ് ബാത്റൂം ഉൾപ്പെടെ ഈ ഒരു ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നു. ഫസ്റ്റ് ഫ്ലോറിൽ ഈ വീടിനായി 2 ബെഡ്റൂമും അതുപോലെ തന്നെ ഒരു ബാൽക്കണി ഏരിയ സ്പേസുമാണ് ഒരുക്കിയിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകുന്ന ഒരു ഹാൻഡ് റെയിലെ പറ്റി പറയുന്നത് നമുക്കൊരു വുഡൻ സ്റ്റീൽ കോമ്പിനേഷനിലെ ഹാൻഡ് റെയിലുകളും കൂടാതെ നല്ലൊരു വിശാലമായ സ്റ്റെപ്സും കാര്യങ്ങളും നൽകിയിരിക്കുന്നു. നല്ലൊരു മനോഹരമായ ആംബിയൻസ് ആണ് നമുക്ക് മേളിലെ ഫ്ലോറിൽ ഒരുക്കിയിട്ടുള്ളത്. നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. വളരെ മനോഹരമായ ഒരു സൈഡ് കട്ടിങ്ങോട് കൂടിയുള്ള ഒരു ലിവിംഗ് ഏരിയ സ്പേസ് ആണ്. നമുക്ക് ആ താഴെ കണ്ട ഒരു ഏരിയയുടെ ഒരു ഷേപ്പിലാണ് ഈ ഒരു ലിവിംഗ് ഏരിയ സ്പേസ് കിട്ടുന്നത്. ഇവിടെയെല്ലാം നമുക്ക് ചെറിയൊരു ആൻറ്റിക് കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഒരു സ്പേസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഒരു നല്ലൊരു ഏരിയ ലിവിംഗ് ഏരിയ സ്പേസ് ആണ്. നമുക്കിവിടെ 2 ബെഡ്റൂമുകളാണ് ഇനി പരിചയപ്പെടാനുള്ളത്. ഫസ്റ്റ് ബെഡ്റൂം നമുക്ക് ഈ ഒരു സൈഡിലാണ് കിട്ടുന്നത്. നല്ലൊരു വിശാലമായ ഒരു ബെഡ്റൂം ഏരിയ സ്പേസ് ആണ്. നമുക്കിവിടെ വാർഡ്രോബ്, അതുപോലെ തന്നെ ചെറിയൊരു ടേബിൾ സ്പേസ്, അതുപോലെ തന്നെ സീലിംഗ് വർക്ക് എന്നിവ ഉൾപ്പെടെ നൽകിയിരിക്കുന്നു. കൂടാതെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഈ ഒരു സൈഡിൽ കിട്ടുന്നു. അവസാനമായി ഈ വീടിൻ്റെ 3ാമത്തെ ബെഡ്റൂം ഏരിയ സ്പേസിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെയും അറ്റാച്ച്ഡ് ബാത്റൂം, അതുപോലെ തന്നെ വാർഡ്രോബ്, സീലിംഗ് വർക്ക് എന്നിവ ഉൾപ്പെടെയുള്ള അത്യാവശ്യം നല്ലൊരു വലിയൊരു ബെഡ്റൂം ഏരിയ സ്പേസ് ആണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. വീടിൻ്റെ യൂട്ടിലിറ്റി ഏരിയ സ്പേസിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കവേർഡ് ആയിട്ടുള്ള ഷീറ്റ് കൊണ്ട് കവേർഡ് ആയിട്ടുള്ള ഒരു യൂട്ടിലിറ്റി ഏരിയ സ്പേസ് ആണ്. ഇവിടെ വാട്ടർ ഫെസിലിറ്റി അടക്കം ആണ് നൽകിയിട്ടുള്ളത്. വാഷിങ്ങിനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വളരെ അനുയോജ്യമായ ഒരു ഏരിയയാണ്. മേളിലേക്കുള്ള ഒരു സ്റ്റെയർ, സ്റ്റീൽ കൊണ്ടുള്ള സ്റ്റെയറും കാര്യങ്ങളെല്ലാം നൽകിയിരിക്കുന്നു. നമുക്ക് തുണികളെല്ലാം വാഷ് ചെയ്ത് ഉണക്കാനും എല്ലാം ഒരു സൗകര്യം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സോ ഇത്രയുമാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ. അവസാനമായി നമുക്ക് ഈ വീടിൻ്റെ ബാൽക്കണി ഏരിയ സ്പേസിലേക്കാണ് പോകേണ്ടത്. ചെറിയൊരു ബാൽക്കണി ഏരിയ സ്പേസാണ് നമുക്കിവിടെ കിട്ടുന്നത്. കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു ആദ്യം വൈഡ് അല്ലാത്ത ഈ ഒരു ഏരിയയിലുള്ള ഒരു ബാൽക്കണി ഏരിയ സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. മേളിൽ ചെറുതായിട്ട് ഒരു മിനിമൽ ഡിസൈനിലുള്ള ഒരു സീലിംഗ് വർക്കുകളും എന്നിവ ഉൾപ്പെടെയാണ് ഈ ഒരു ബാൽക്കണി ഡിസൈൻ ചെയ്തിട്ടുള്ളത്.
ഇത്രയുമാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ. 1600 സ്ക്വയർ ഫീറ്റിൽ 3.5 സെൻറ്റ് പ്ലോട്ടിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. 3 BHK പ്ലസ് യൂട്ടിലിറ്റി ഏരിയ എന്നിവ ഉൾപ്പെടെയാണ് ഈ മനോഹരമായ വില്ല, ഗേറ്റഡ് കമ്മ്യൂണിറ്റി വില്ല ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല വാട്ടർ ഫെസിലിറ്റീസും കാര്യങ്ങളും എല്ലാം ഉള്ള ഒരു ഏരിയയാണ്. എല്ലാ അതായത് സ്കൂൾസ്, ഹോസ്പിറ്റൽസ് എല്ലാം വളരെ നിയർ ബൈ ലൊക്കേഷനാണ്. കാക്കനാട് ഇൻഫോ പാർക്കിലേക്കും അതുപോലെ എടപ്പള്ളി എന്ന ലൊക്കേഷനിലേക്കെല്ലാം ഒരു അറൗണ്ട് ഒരു 10 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് ഇവിടെ നിന്ന് വരുന്നത്. വളരെ അനുയോജ്യമായ, അതായത് നമുക്ക് ആ ഒരു ടൗണിൻ്റെ തിരക്കുകളിൽ നിന്നെല്ലാം മാറി നല്ലൊരു ഏരിയയിലാണ് നിങ്ങൾ വീട് നോക്കുന്നുണ്ടെങ്കിൽ വളരെ അനുയോജ്യമായ വീടാണ്. നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒരു വീടാണ്. 59 ലക്ഷം രൂപയ്ക്കാണ് ഈ വീട് ഇവർ ചോദിക്കുന്ന വില നെഗോഷ്യബിൾ ആണ്. താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെട്ടുകൊണ്ട് ഈ വീട് നേരിട്ട് വന്ന് കാണുവാനും ഇതുപോലെയുള്ള മനോഹരമായ വേറെ വീടുകൾ കണ്ട് നിങ്ങൾക്ക് മനസ്സിന് അനുയോജ്യമായ വീടുകൾ കണ്ടുപിടിക്കാനും താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം. ഹോം ലോൺ ഫെസിലിറ്റീസും നമ്മൾ ഈ വീടിന് ഒരുക്കുന്നുണ്ട്. സോ ഇതുപോലുള്ള മനോഹരമായ വീഡിയോകൾ ഇനിയും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുവാൻ ഈ ചാനൽ ഫോളോ ചെയ്യൂ. താങ്ക്